ഈജിപ്തിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഫറോവയുടെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമയെയും ഹാറൂനെയും പ്രബോധന ദൗത്യവുമായി നിയോഗിച്ചയക്കുമ്പോൾ അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ടൊരു ഉപദേശം, ഒരു നിർദ്ദേശം നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഫഖൂല ലഹും ഖൗലൻ ലയ്യിന, അവരോട് നിങ്ങൾ വളരെ മൃദുവായിക്കൊണ്ട് സംസാരിക്കുക. ലയ്യിനായ, അത് കാഠിന്യമില്ലാത്ത, പാരുഷ്യമില്ലാത്ത ആ ഒരു രൂപത്തിലായിരിക്കണം സംസാരം. അതായത് ഒരു പ്രബോധിതനെ തങ്ങളുടെ ആദർശത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംസാരമായിരിക്കണം. അയാളെ അകറ്റുന്നതാവരുത്, അയാളെ ഇതിലേക്ക് അടുപ്പിക്കുന്ന സംസാരമായിരിക്കണം എന്നർത്ഥം. ഈ ഒരു ആയത്ത് ഒരിക്കൽ ഒരു വ്യക്തി പാരായണം ചെയ്യുകയാണ്. യഹ്യ ബിൻ മുആദ് റഹിമഹുള്ളയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. യാ ഇലാഹി, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, ഞാനാണ് ഇലാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നീ കാണിക്കുന്ന സൗമ്യതയാണ്, അഥവാ റിഫ്ഖാണ് ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൈഫ റിഫ്ഖുക ബിമൻ യഖൂലു അൻത ഇലാഹുക, തീർച്ചയായും നീയാണ് ഇലാഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അപ്പോൾ നിൻ്റെ റിഫ്ഖ് എത്രത്തോളമായിരിക്കും. അതായത് ഫിർഔൻ പറയുന്നത് ഞാനാണ് ഇലാഹ് എന്നാണ്. അന റബ്ബുക്കുമുല്ല അല എന്ന് പറയുന്ന ആ ഫിർഔനോട് ഇത്രയേറെ റിഫ്ഖ് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അൻത ഇലാഹുൻ എന്ന് പറയുന്ന, നീയാണ് ഇലാഹ് എന്ന് പറയുന്ന സാധാരണ വിശ്വാസികളോട് എത്രത്തോളം റിഫ്ഖുള്ളവനായിരിക്കും അള്ളാഹു, സൗമ്യതയുള്ളവനായിരിക്കും അള്ളാഹു എന്നാണ്. അപ്പോൾ ഈ ഒരു വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമെന്ന് പറയുന്നത് സൗമ്യതയാണ്. അവിടെ നമ്മൾ ഉപദേശം നൽകുമ്പോഴായാലും നിർദ്ദേശങ്ങൾ നൽകുമ്പോഴായാലും ഒക്കെ ആ ഒരു സൗമ്യത നമ്മിലുണ്ടാവണം. കാരണം ഏതൊരു പ്രവൃത്തിയിലും സൗമ്യത ഉണ്ടാകുമ്പോൾ അത് മനോഹരമായി തീരുമെന്നും സൗമ്യത അതിൽ നിന്ന് നിശേഷം എടുത്തു മാറ്റപ്പെടുമ്പോൾ അത് മോശമായി പോകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ സൗമ്യതയുള്ള യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.